കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ചൈൽഡ് കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഇൻജങ്ഷൻ ഓർഡറിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്കഷനാണ്. അതായത് ഫോൺ വിളിക്കുന്ന പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സാറേ നമ്മുടെ കുട്ടികളെ ഭാര്യയോ അല്ലെങ്കിൽ ഭാര്യയുടെ വീട്ടുകാരോ കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്കോ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്, കുട്ടികളെ കാണിച്ചു തരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കുട്ടികളുടെ മൊത്തത്തിലുള്ള ഒരു അസസിങ് നഷ്ടപ്പെട്ടു പോവാതിരിക്കുവാനായിട്ട് അല്ലെങ്കിൽ കുട്ടികൾ ജില്ല വിട്ട് പോവാതിരിക്കുവാനായിട്ട് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇൻജങ്ഷൻ ഓർഡർ കോടതിയോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ കോടതിയിൽ നിന്ന് ലഭിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യം വരാറുണ്ട്. എന്ന് പറയുകയാണെങ്കിൽ കുട്ടി താമസിക്കുന്ന ഫാമിലി കോടതിയുടെ ജൂറിഡിക്ഷൻ പരിധി വിട്ട് പോവാനായിട്ടുള്ള ഭാര്യയുടെ ആ ഒരു ഇതിനെ തടയുവാനായിട്ട് സാധിക്കുമോ എന്ന് പറയുന്നത് ചോദിക്കാറുണ്ട്. തിരിച്ചും ചോദിക്കാം, ഭർത്താവ് കുട്ടീനും കൊണ്ട് കോടതിയുടെ ജൂറിഡിക്ഷൻ വിട്ട് പോകുന്ന സിറ്റുവേഷൻ ഒഴിവാക്കുവാനായിട്ടുള്ള ഇൻജക്ഷൻ ഓർഡർ മേടിക്കാൻ പറ്റുമോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട ഒരു ഓർഡർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഓർഡറിൽ 2 വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടി ജുഡീഷ്യൽ പരിധി വിട്ടു പോവാതിരിക്കാനായിട്ട് ആ കുട്ടിയുടെ അച്ഛനാണ് ഈ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. GOP ആയിട്ട് 2025 ഫയൽ ചെയ്ത കേസാണ്. ആ GOPയിൽ ഇൻജക്ഷൻ ഓർഡർ മേടിക്കാനായിട്ട് ഒരു IA പെറ്റീഷൻ നമ്മൾ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു ആ പോയിന്റ് ജസ്റ്റ് ഒന്ന് വായിക്കാം. അതായത് പെറ്റീഷൻ ഫയൽഡ് അണ്ടർ ഓർഡർ 39 റൂൾ 1 ആൻഡ് സെക്ഷൻ 151 ഓഫ് CPC means Civil Procedure Code, read with section 12 of the Guardian and Wards Act 1890 to pass an interim order restraining the respondent herein from removing the minor child named ഒരു പെൺകുട്ടിയുടെ പേരാണ് aged 2 years from the territorial jurisdiction. ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോടതി സ്ഥിതി ചെയ്യുന്ന ഓരോ കോടതിക്കും ഒരു അധികാരപരിധി ഉണ്ടല്ലോ. ആ അധികാരപരിധിനെ പറഞ്ഞ പേരാണ് ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. അതായത് എത്ര സ്ഥലത്ത് ആ കോടതിക്ക് അധികാരമുണ്ട്. ടെറിട്ടോറിയൽ എന്ന് പറയുമ്പോൾ ഭൂമി നമ്മൾ പറയാറില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദിസ് കോർട്ട് ആൻഡ് ഫർദർ ഡയറക്റ്റ് ദി റെസ്പോണ്ടന്റ് ഹിയറിംഗ് ടു പ്രൊഡ്യൂസ് ദി മൈനർ ഡോട്ടർ ബിഫോർ ദിസ് കോർട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ കേസ് കൊടുത്തത്. എന്നിട്ട് പറയുന്നു, ദ കോർട്ട് ഓൺ ദ സെയിം ഡേ പാസ്ഡ് ദ ഫോളോവിങ്. നമ്മൾ എന്ത് ഫയൽ ചെയ്ത് അന്ന് തന്നെയാണ് ഈ ഒരു ഇൻറ്ററിം ഓർഡർ നമുക്ക് അനുവദിച്ച് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഓർഡറിൽ എന്താ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. പെറ്റീഷണർ റെപ്രസെൻറ്റഡ്, റെസ്പോണ്ടന്റ് റെപ്രസെൻറ്റഡ് ഫോർ കൗണ്ടർ ആൻഡ് ഹിയറിംഗ് പ്രൈ. ജസ്റ്റ് അതായത് കേസ് കൊടുത്ത ആളും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും അവിടെ പ്രസന്റ് ആയിട്ടുണ്ട്. അതിനെ തുടർന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഓർഡർ പാസ്സാക്കാണ്. ഓർഡർ ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്, ഇൻ ദ മീൻ വൈൽ ദ മൈനർ shall not be removed permanently from the jurisdiction of the court എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് കുട്ടീനെ ഒരു കാരണവശാലും കോടതിയുടെ അനുമതി കൂടാതെ ഫാമിലി കോടതിയുടെ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷനിൽ നിന്നും മാറ്റുവാനായിട്ട് പാടില്ല എന്നാണ് കോടതി ഉത്തരവിട്ടിട്ടുള്ളത്. ഉത്തരവിട്ട ഡേറ്റ് എന്ന് പറയുന്നത് 20/5/2025 ഓർഡർ പാസ്സാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഇൻജങ്ഷൻ ഓർഡർ ഇതുപോലെ കുട്ടീനെ ആരെങ്കിലും പിതാവോ അല്ലെങ്കിൽ മാതാവോ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇതുപോലത്തെ ഇൻജക്ഷൻ ഓർഡർ മേടിക്കാനായിട്ട് പറ്റും. അതായത് കുട്ടികളെ സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, കുട്ടികളൊന്നില്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്കൂളുകളിലേക്ക് മാറ്റുവാനോ അല്ലെങ്കിൽ ജോലി വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് പോയി മനഃപൂർവ്വം മേടിച്ച് കുട്ടികളെ അങ്ങോട്ട് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ കേസ് നടത്തി ബുദ്ധിമുട്ടിക്കുവാനായിട്ട് എല്ലാവരും കൂടി എന്ത് ചെയ്യുന്നു, വേറെ ഏതെങ്കിലും സംസ്ഥാനത്തേക്ക് പോവാം. കാരണം എന്താണ്, കുട്ടി എവിടെയാണോ താമസിക്കുന്നത് അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഗാർഡിയൻ നോട്ടി ഫയൽ ചെയ്യേണ്ടത്, മറ്റുള്ള കേസ് പോലെയല്ല. അപ്പം നമ്മളെ കൂടുതൽ പ്രഷറൈസ് ചെയ്യിപ്പിക്കുവാനായിട്ട് ഇതുപോലെയുള്ള എന്തെങ്കിലും സ്വതന്ത്രങ്ങൾ നനയും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ കേസ് ഫയൽ ചെയ്യാം. ഇതിൽ ഏറ്റവും വലിയ രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ടാണ് അച്ഛൻ ഈ കേസ് കൊടുത്തതും അതിനനുകൂലമായിട്ടുള്ളൊരു വിധി
കോടതിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ഒന്ന് മനസ്സിലാക്കുക. സോ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.